Morning. Let us be back to the class where today we are seeing the 17th problem in your exercise. നിങ്ങളുടെ എക്സസൈസിലെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. റീഡ് ദ ക്വസ്റ്റ്യൻ. I hope it's visible to you. The net sales of Novex company are rupees 30 crores. Sales are തന്നിരിക്കുന്നത്. Clear? EBIT of the company as a percentage of net sale is 12%. So EBIT is given in the question. 12% net sales in there. The capital employed comprises of 10 crores of equity capital, rupees 2 crores of 13% cumulative preference shares, and debt of rupees 6 crores at an annual interest rate of 15%. Everything is given. Corporate tax rate is 40%. You are required to calculate the return on equity for the company. Second, calculate the operating leverage of the company given that its combined leverage is 3. Right. So, what is the formula to calculate operating leverage? Contribution divided by sales. But contribution is not given in the question, and there is no way that we can reach to that contribution. അപ്പോൾ നമ്മൾക്ക് തന്നിട്ടുണ്ട് എന്ത് combined leverage is given. So, we can work out financial leverage. EBIT തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. സോ ഫിനാൻഷ്യൽ ലിവറേജും കമ്പൈൻഡ് ലിവറേജും കാൽക്കുലേറ്റ് ചെയ്ത് അത് രണ്ടും വെച്ചിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് നോട്ട് എൻ ഇഷ്യൂ ഹിയർ, ബട്ട് ഹൗ യു കാൽക്കുലേറ്റ് ദ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഈസ് എ പ്രോബ്ലം. ക്ലിയർ? അപ്പോൾ ആ പാർട്ട് ഒന്ന് പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പം അതിന് മുന്നേ നമ്മളുടെ യൂഷ്വൽ പ്രൊസീജിയർ എന്തൊക്കെ നമ്മൾ എഴുതിയെടുക്കണം എന്നുള്ളത് ലെറ്റ് us see. ക്ലിയർ? എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു ക്ലാരിറ്റി വരേണ്ടത് എന്നുള്ളതാണ്. റിട്ടേൺ, ഹൗ യു കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. റിട്ടേൺ ഓൺ ഇക്വിറ്റി കാൽക്കുലേഷനാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താ നിങ്ങൾക്ക് നമ്മളിപ്പോൾ പഠിച്ചൊരു കാര്യമൊന്നുമല്ല, റേഷ്യോയുടെ സമയത്തൊക്കെ പഠിക്കേണ്ട ഒരു സംഭവമാണ്. അത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the earnings available to equity shareholders divided by equity share capital. Clear? ഇതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ ഫോർമുല. ഈ ഒരു ഫോർമുല കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടാവുക. earnings available to equity shareholders, that means the earnings net. പലപ്പോഴും എല്ലാ ബുക്കിലും നോക്കുമ്പോൾ നെറ്റ് ഇൻകം എന്നാണ്. ദ നെറ്റ് ഇൻകം ഫൈനൽ ഇൻകം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? യെസ്. സോ ലെറ്റ് us see എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് നമുക്ക് ലെറ്റ് us write and keep. ഓക്കെ. സോ sales is given as 30 crores. Clear? EBIT is given 12% on this 30 crores. That is, it comes to 3.6 crores. EBIT is given. Equity capital 10 crores. Clear? And after equity, what is given? 13% preference shares is there, 2 crores. And even debt is there. So it is a full-fledged problem here. കാരണം നമ്മൾ ഇതുവരെ പ്രിഫറൻസ് ഷെയർ വന്നിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ലിവറേജ് ചെയ്തിട്ടില്ല. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഈ പ്രോബ്ലം. ക്ലിയർ? സോ ഇൻട്രസ്റ്റ് ഇസ് ഗിവൻ. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജാണ്? 15% ഇൻട്രസ്റ്റ്. These are the information. Tax rate is given. Tax rate is given as 40%. These are the information what is given in the question. A question information നമ്മൾ എഴുതിയെടുക്കുകയാണ്.
ആൻഡ് ലെറ്റ് us മൂവ് ടു ദ പ്രോബ്ലം പാർട്ട്. പ്രോബ്ലം പാർട്ടിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സീ വാട്ട് ഇസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. ആദ്യത്തെ പാർട്ടാണ് ROE. ROEയുടെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ equity share capital. So equity share capital is given in the question. How to go for earnings available to equity share capital? Let us start with the term EBIT here. EBITil നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. EBIT is given as 12% of what? EBIT is given as a 12% of sales. അപ്പോൾ EBIT എത്രയെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. EBIT is 3.60. എബിറ്റിന്ന് എന്താ മൈനസ് ചെയ്യേണ്ടത്? ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്. ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാണ്. എത്ര ക്രോർ? 6 crore 6 into 15/100 it comes to 0.90. Earnings before tax is arrived at 2.70. Earnings before tax 2.70 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ലെറ്റ് us see what is the tax rate? Tax rate is 40%. Tax 40% tax. 50% അല്ല, 1.08. So earnings after tax is 1.62. earnings after tax. Clear? Concept ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ ലെസ് ഇവിടെ നമുക്ക് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഉണ്ട്. പ്രിഫറൻസ് ഡിവിഡൻറ്റ് അറ്റ് 13%, 13% ഓൺ 2 കോടിയാണ്. 2 കോടിയുടെ 13%. ഇറ്റ് കംസ് ടു 0.26. ദ ബാലൻസ് ഇസ് 1.36 വിച്ച് ഇസ് ദ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ? നമ്മുടെ ആദ്യത്തെ പാർട്ട് കിട്ടി. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ആൻഡ് ലെറ്റ് us see വാട്ട് ഇസ് ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ? എത്രയാ? 10 crores ആണ്, 10 കോടിയാണ്. സോ ലെറ്റ് us see what is the ROE. ROE can be calculated as A divided by B. That means earnings available to equity shareholders divided by this. It comes to 13.6%, which is to be highlighted here. അത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. കാരണം എന്താ വെച്ചാൽ ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? നമ്മുടെ ഫൈനൽ ആൻസറാണ് 13.6. ROEയുടെ കാൽക്കുലേഷൻ കഴിഞ്ഞു. Now let us see how you can calculate the നമുക്ക് എങ്ങനെയാണ് അടുത്ത പാർട്ട് എന്താ? ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ കാൽക്കുലേഷനാണ്. സോ ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT ആണ്. പക്ഷേ പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഉണ്ടെങ്കിൽ അറ്റ് ടൈംസ് പല ബുക്കുകളിലും പല രീതിയിലാണ്. നമ്മളുടെ ബുക്കിലും ഡെഫിനേഷൻ പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റ് മാത്രമല്ല, ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഡിവിഡൻറ്റും ആയിക്കൂടെ എന്നൊരു ക്വസ്റ്റ്യൻ. പക്ഷെ പലപ്പോഴും ലിവറേജ് പ്രോബ്ലത്തിൽ പ്രിഫറൻസ് ഡിവിഡൻറ്റ് വരാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പ്രിഫർ ചെയ്യണത് 2 രീതിയിലും നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് വെക്കുക. അതായത് യൂസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ആൻഡ് ഡു വിത്തൗട്ട് പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഓൾസോ. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻറ്റ് വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാവും ഫോർമുല? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് എബിറ്റ് ഡിവൈഡഡ് ബൈ EBT എന്നുള്ളതാണ്. പക്ഷേ ചെറിയൊരു ചേഞ്ച് നമ്മൾ വരുത്തേണ്ടി വരും. എബിറ്റ് ഡിവൈഡഡ് ബൈ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം മായ്ച്ച് നമ്മൾ ചെയ്യേണ്ടത് എബിറ്റിന്ന് EBTയിലേക്ക് എത്താൻ എന്താ ചെയ്യുക? ഇൻട്രസ്റ്റ് മാത്രമേ മൈനസ് ചെയ്യേണ്ടുള്ളൂ. പക്ഷെ നമ്മളിവിടെ പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടി മൈനസ് ചെയ്യും, ടാക്സ് കൂട്ടാതെ. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് ശരിയല്ല. കാരണം ടാക്സ് കൂടി കുറച്ചതിന് ശേഷമല്ലേ നമ്മളത് കുറയ്ക്കാറുള്ളൂ. സോ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ മൈ വ്യൂ. ബട്ട് ദിസ് ഈസ് ഹൗ ദ ഓതർ ഹാസ് ഡൺ ദ പ്രോബ്ലം. അപ്പം നമ്മൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടിയിൽ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT വെച്ചിട്ടും ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ,
ഈ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എക്സാമിന് essay ആയിട്ടൊക്കെ വരികയാണെങ്കിൽ വർക്ക്ഔട്ട് യൂസിങ് 2 മെത്തേഡ്സ് ഓൾസോ. കാരണം ഇവിടെ അവർ വാട്ട് ദേ ആർ തിങ്കിങ് ഇസ് ദാറ്റ് ദിസ് ഐ ആൻഡ് PD ബോത്ത് ആർ ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റീസ്. അപ്പോൾ അതുകൊണ്ടാണ് അതേ പറ്റുന്ന രണ്ടും മൈനസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് ഡിനോമിനേറ്റർ പാർട്ടിൽ. പക്ഷേ ആക്ച്വൽ ഫോർമുലയിൽ ഐ മാത്രമേ ക്ലിയർ ഔട്ട് ചെയ്യുള്ളൂ, റൈറ്റ്? സോ 3.60 ആണ് EBIT ഡിവൈഡഡ് ബൈ 3.60 minus 0.90 minus 0.26 എല്ലാം ഡിനോമിനേറ്റർ പാർട്ടിൽ വരും. ക്ലിയർ? ദാറ്റ് കംസ് ടു 1.475. ഇതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടുന്നത്. ക്ലിയർ? ആൻഡ് നൗ ലെറ്റ് us work out what കമ്പൈൻഡ് ലിവറേജ്. കമ്പൈൻഡ് ലിവറേജ് വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാണ്. കാരണം കമ്പൈൻഡ് ലിവറേജിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഓൾറെഡി വർക്കൗട്ട് ചെയ്തു. കമ്പൈൻഡ് ലിവറേജ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യുക? ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ആ ഫോർമുലയിലേക്ക് പോണത്. കമ്പൈൻഡ് ലിവറേജ് ഇസ് ഈക്വൽ ടു ഫിനാൻഷ്യൽ ലിവറേജ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് ലിവറേജ്. സോ 3 is the combined leverage is equal to 1.475 into operating leverage. So what is the answer here is operating leverage is equal to 3 divided by 1.475, which is equal to 2.034. This is the operating leverage. Is it clear for you? This is how you do the problem. സോ വാട്ട് വി ഹാവ് ഡൺ ഇസ് നമ്മളൊരു ചെറിയ പ്രോബ്ലമാണ് 17th. പക്ഷെ അതിലാകെയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് പഠിക്കാനുള്ളത് കാൽക്കുലേഷൻ ഓഫ് ROE ആണ്. അപ്പോൾ സി ഫോർ ദ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക, എവിടെയാണ് പ്രശ്നം വരുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ പാർട്ട് ക്ലിയർ ആയാൽ പിന്നെ ഇതിലൊന്നും പേടിക്കാനുള്ള ഒരു ഭാഗങ്ങളും ഇല്ല. Okay, so revise the chapter, do as many problems as you can and come up with your doubts, no problem, and we shall move to the next chapter in the next day, right? അതിന് മുന്നേ എക്സാമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം പറഞ്ഞില്ല. I will fix a date today and I will inform you. Okay, fine. Okay, take care.